ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ റെയിൽവേയെ കുറിച്ച് പറയുകയാണ്. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേ. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് ഇന്ത്യൻ റെയിൽവേ പ്രവർത്തനം ആരംഭിച്ച വർഷം എന്നാണ്? 1853. ഇന്ത്യൻ റെയിൽവേ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1853. 1853. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവെന്നറിയപ്പെടുന്ന ആരെയാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവെന്നറിയപ്പെടുന്നു. ആൻസർ ഡൽഹൌസി പ്രഭു. ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ, ആൻസർ ലോർഡ് ഡൽഹൌസി. ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ, ആൻസർ ലോർഡ് ഡൽഹൌസി. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? ബോംബെ മുതൽ താന വരെ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? ബോംബെ മുതൽ താന വരെയാണ്. ഫസ്റ്റ് റെയിൽവേ റൂട്ട് ഓഫ് ഇന്ത്യ, ആൻസർ ബോംബെ ടു താനെ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചത് ഏതാണ്? ഛത്രപതി ശിവജി ടെർമിനൽസ് ആണ് കേട്ടോ. ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഓഫ് ഇന്ത്യ, ആൻസർ ഛത്രപതി ശിവജി ടെർമിനൽസ് ആണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച കുടിവെള്ള പദ്ധതി ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ഒരു കുടിവെള്ള പദ്ധതി ആരംഭിച്ചു. ഏതാണ് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച കുടിവെള്ള പദ്ധതിയാണേത്? റെയിൽ നീർ. ഡ്രിങ്കിംഗ് വാട്ടർ പ്രോജക്റ്റ് ഓഫ് ഇന്ത്യൻ റെയിൽവേ. ദ ഡ്രിങ്കിംഗ് വാട്ടർ പ്രോജക്റ്റ് സ്റ്റാർട്ടഡ് ബൈ ഇന്ത്യൻ റെയിൽവേ. ആൻസർ എന്താണ്? റെയിൽ നീർ. അതുപോലെ ഇന്ത്യൻ റെയിൽവേ സ്റ്റാർട്ടഡ് ദ മാഗസിൻ ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച മാഗസിൻ ആണേത്? ഇന്ത്യൻ റെയിൽ. നമ്മൾ പറഞ്ഞു റെയിൽ നീര് എന്ന് പറഞ്ഞു. റെയിൽ നീര് ബോട്ടിൽ ഒന്നിന് 15 രൂപയാണ് കേട്ടോ. ഒരു ബോട്ടിലിന് 15 രൂപ കേട്ടോ. റെയിൽ നീരിന് 15 രൂപയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ സതേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ചോദിച്ചാൽ എവിടെയാണ്? ചെന്നൈ ആണ്. സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. അതുപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സതേൺ റെയിൽവേ, ആൻസർ ചെന്നൈ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ റെയിൽവേ എവിടെയാണ്? ബറോഡ ഹൗസ്. അതെവിടെയാണ്? ന്യൂഡൽഹി. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ റെയിൽവേ, ആൻസർ ബറോഡ ഹൗസ്, ന്യൂഡൽഹി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സതേൺ റെയിൽവേ ചെന്നൈയാണ്. ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഈസ്റ്റേൺ റെയിൽവേ, ആൻസർ കൊൽക്കത്ത. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സെൻട്രൽ റെയിൽവേ എവിടെയാണ്? സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം, ആൻസർ മുംബൈ CST ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സെൻട്രൽ റെയിൽവേ, ആൻസർ മുംബൈ CST. അതുപോലെ പറയുകയാണെങ്കിൽ അതുപോലെ റെയിൽവേ മ്യൂസിയം എവിടെയാണ്? ചാണക്യപുരി, ന്യൂഡൽഹി. റെയിൽവേ കോച്ച് ഫാക്ടറി എവിടെയാണ്? കപൂർത്തല, പഞ്ചാബ്. റെയിൽവേ കോച്ച് ഫാക്ടറി എവിടെയാണ്? കപൂർത്തല. അതെവിടെയാണ്? പഞ്ചാബിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കമലാപതി റെയിൽവേ സ്റ്റേഷൻ. അതെവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഫസ്റ്റ് പ്രൈവറ്റ് റെയിൽവേ സ്റ്റേഷൻ ഓഫ് ഇന്ത്യ, ആൻസർ കമലാപതി റെയിൽവേ സ്റ്റേഷൻ. അതെവിടെയാണ്? മധ്യപ്രദേശിലാണ്. അതുപോലെ തന്നെ ഈ കേരളത്തിൽ റെയിൽവേ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ്? 1861. കേരള റെയിൽവേ വാസ് എസ്റ്റാബ്ലിഷ്ഡ് 1861 കേട്ടോ. കേരളത്തിൽ 1861 പ്രവർത്തനം ആരംഭിച്ചത്. അതുപോലെ ഫസ്റ്റ് റെയിൽവേ റൂട്ട് ഓഫ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ റൂട്ട് ഏതാണ്? തിരൂർ ടു ബേപ്പൂര്.
കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഷൊർണൂരാണ്. ഷൊർണൂരാണ്. ലാർജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഓഫ് കേരള. ആൻസർ ഷൊർണൂർ. ജില്ല ഏതാണ്? പാലക്കാടാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ഏതാണ്? തിരുവനന്തപുരം സെൻട്രലാണ്. ലാർജസ്റ്റ് റെയിൽവേ ഡിവിഷൻ ഓഫ് കേരള ഏതാണ്? തിരുവനന്തപുരം സെൻട്രൽ. കറണ്ട് പോയി കേട്ടോ, കറണ്ട് പോയി. അതൊക്കെ 2 ദിവസം പറഞ്ഞങ്ങ് നിർത്താം കേട്ടോ. കറണ്ട് പോയി എപ്പോൾ വരുമെന്ന് അറിയില്ല. മഴയൊക്കെയാണ്, അതുകൊണ്ട് കറണ്ട് പോയാൽ ഒരുപാട് താമസിച്ചൊക്കെ വരാറുള്ളൂ. 1-2 ദിവസം കൂടെ പറയാം. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ഏതാണ്? തിരുവനന്തപുരം സെൻട്രലാണ്. ട്രിവാൻഡ്രം സെൻട്രലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഉള്ള റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഉള്ള റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? കൊല്ലമാണ്. കൊല്ലമാണ്. പെട്ടെന്ന് കറണ്ട് വന്നു കേട്ടോ. കൊല്ലത്താണ് കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഉള്ള റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോം ഓഫ് കേരള. ആൻസർ ഏതാണ്? കൊല്ലം. ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോം ഓഫ് റെയിൽവേ പ്ലാറ്റ്ഫോം ഓഫ് കേരള എന്ന് ചോദിച്ചാൽ ആൻസർ ഇവിടെ എന്താണ്? കൊല്ലമാണ്. അതുപോലെ പറയുകയാണെങ്കിൽ പെരുമൺ ദുരന്തം കിട്ടുന്നുണ്ടോ? പെരുമൺ ദുരന്തം കേരളത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തമാണ്, അല്ലെങ്കിൽ തീവണ്ടി ദുരന്തമായിരുന്നു ഇത്. പെരുമൺ ദുരന്തം. ലാർജസ്റ്റ് ട്രെയിൻ ട്രാജഡി ഓഫ് കേരള. ആൻസർ പെരുമൺ ട്രെയിൻ ട്രാജഡിയാണ്. പെരുമൺ ട്രെയിൻ ട്രാജഡി നടന്നതെന്നാണ്? 1988 ജൂലൈ 8. പെരുമൺ ട്രാജഡി അറ്റ് 1988 ജൂലൈ 8. തീവണ്ടി ഏതായിരുന്നു? ട്രെയിൻ ഏതായിരുന്നു? ഐലൻഡ് എക്സ്പ്രസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇത് നടന്ന എവിടെയാണ്? പെരുമൺ ദുരന്തം നടന്ന എവിടെയാണ്? അഷ്ടമുടിക്കായൽ പെരുമൺ. അതുപോലെ തന്നെ പെരുമൺ ട്രാജഡി മെമ്മോറിയൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? പെരുമൺ ട്രാജഡി മെമ്മോറിയൽ ലൊക്കേറ്റഡ് അറ്റ് പെരുമൺ, കൊല്ലം ഡിസ്ട്രിക്റ്റ്. കൊല്ലം ജില്ലയിലുള്ള പെരുമണിലാണ് പെരുമൺ ദുരന്ത സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ആരാണ്? ജോൺ മത്തായി ആണ്. ഫസ്റ്റ് റെയിൽവേ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻസർ ജോൺ മത്തായി. ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയാവുന്ന ആദ്യത്തെ മലയാളി ആരാണ്? അതുപോലെ തന്നെയാണ് ജോൺ മത്തായി ആണ്. ഫസ്റ്റ് മലയാളി റെയിൽവേ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻസർ ജോൺ മത്തായി. അതുപോലെ ഏറ്റവും വലിയ ബഡ്ജറ്റ് ഏതാണ്? റെയിൽവേ ബഡ്ജറ്റാണ്. ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റ്. ആൻസർ റെയിൽവേ ബഡ്ജറ്റാണ്. ഫസ്റ്റ് റെയിൽവേ മിനിസ്റ്റർ ഹു പ്രസന്റഡ് ദ റെയിൽവേ ബഡ്ജറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചതാരാണ്? ജോൺ മത്തായി ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവാണ്. അശ്വിനി വൈഷ്ണവാണ് പ്രസന്റ് റെയിൽവേ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻസർ അശ്വിനി വൈഷ്ണവാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രി. അപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അപ്പം ഈ ക്വസ്റ്റ്യൻസ് എന്താണ് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയേറിയ ക്വസ്റ്റ്യൻസാണ്. വീഡിയോ നിങ്ങൾ കാണുക. ഞാൻ ഇന്നലെ മെട്രോയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നലെ. വീഡിയോ തുടർച്ചയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആവുകയുള്ളൂ. അതുപോലെ തന്നെ കൊച്ചി മെട്രോയുടെ ഇപ്പോഴത്തെ മേധാവി തലവനാരാണ്? ലോക്നാഥ് ബെഹ്റ ഈസ് ദ പ്രസന്റ് ഹെഡ് ഓഫ് കൊച്ചി മെട്രോയുടെ ഇപ്പോഴത്തെ തലവനാരാണ്? ലോക്നാഥ് ബെഹ്റയാണ്. അതൊക്കെ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ സമയവും സന്ദർഭവും എന്ത് ചെയ്യില്ല, ഒരിക്കൽ പോലും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ലെന്നാണ്. ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ ലഭിക്കുന്ന സമയം, നല്ല അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നും ഒരിക്കലും പാഴാക്കി കളയുവാൻ പാടില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ പറയാറുണ്ട്, ഇപ്പം സമയം മോശ സമയമാണ്, ഇനി നല്ല സമയം വരും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയില്ല കേട്ടോ. നല്ല സമയം മോശം സമയം എന്നൊരു സമയമില്ല കേട്ടോ. ഈ ജീവിതത്തിൻ്റെ സമയത്തെ നല്ലതും മോശവും ഒക്കെ ആക്കുന്ന ആരാണ്? ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന ചിന്താഗതികളാണ് സമയത്തെ നല്ലതും മോശവും ഒക്കെ ആക്കുന്നത്. നമ്മളെന്ത് ചെയ്യുക, നമ്മളെപ്പോഴും നമുക്ക് അധ്വാനിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ.
നമുക്ക് ലഭിക്കുന്ന ചെറിയ അവസരങ്ങൾ പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ദുരുപയോഗം ചെയ്യാൻ പാടില്ല. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ പരമാവധി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, കടന്ന് പാഴാക്കി കളഞ്ഞ സമയം അല്ലെങ്കിൽ കടന്നുപോയ സമയം നമുക്കൊരിക്കലും തിരിച്ചു ലഭിക്കാത്തതാണ്. ഒരിക്കലും തിരിച്ചു ലഭിക്കില്ല. അതുപോലെ തന്നെയാണ് ഒഴുകുന്ന നദീജലം, നമുക്കൊരിക്കലും തിരിച്ചു ലഭിക്കില്ല. നമ്മൾ ഇന്നലെ കണ്ട നദീജലമാണോ അല്ലെങ്കിൽ ഇന്ന് രാവിലെ കണ്ട നദീജലമാണോ ഇപ്പോൾ കാണുമോ? അല്ല. നമ്മളെപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കണം, നല്ല അവസരങ്ങൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അവസരങ്ങൾ ഒരിക്കലും നമ്മളെ തേടി വരാറില്ലെന്നാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, അവസരങ്ങൾ തേടി ചെല്ലുക. നല്ല അവസരങ്ങൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രയത്നിക്കുക, പരിശ്രമിക്കുക കേട്ടോ. അവസരത്തിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയില്ല കേട്ടോ. ജീവിതം സക്സസ് ആവണമെങ്കിൽ, ജീവിതത്തിൽ വിജയം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആ ഹാർഡ് വർക്ക് കൂടിയേ തരും. ഹാർഡ് വർക്കാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം കേട്ടോ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ. ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണേ. നമ്മുടെ വീഡിയോ കാണുന്നത് തുടർച്ചയായിട്ട് കാണുക കേട്ടോ.